ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഡിപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ അങ്ങനെ പറയല്ലേ, പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ചേ. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാ. നീ പേടിക്കണ്ട. പക്ഷെ സംഗതി പെൺവാണിവായതുകൊണ്ടാ എനിക്കൊരു മടി. അയ്യോ ഇത് പെൺവാണിപ്പല്ല, ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ ഇപ്പൊ ഇവിടെ നടക്കണ എന്തൊക്കെയാണെന്ന് അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ 2 മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺവാണിവാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞ് തോണ്ടിയത് ഞാനാ. എന്തും പറഞ്ഞ് അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞ്. ചരിത്രമല്ല ചാരിത്രം. സിർജിനിറ്റി. നിന്റെ സിർജിനിറ്റിക്ക് അയ്യേ പത്രോസേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അവളൊന്നും വന്നല്ലേ ഉള്ളൂ, ചേട്ടനടിച്ച് ഫിറ്റായ പട്ടിക്കഴിവറിയോനെ. നീ നോക്കണ്ട, നിന്റെ ഏമാന്റെ കാറ്റ് പോയല്ലാ തോന്നണേ. അഡീഷണൽ DGP മന്ത്രിയൊക്കെ കൂടെ അങ്ങനെ കൊന്നു കാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരല്ല വീട്ടിലേക്ക് 2 ടോർച്ച് അടിച്ചു നോക്കണം. രാമനാഥൻ സാറാ വരുന്നത്. എന്റെ കാര്യം ശരിയാക്കണേ. നീ പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ പ്ലാ കണ്ടോ? പ്ലാ ആ ചെറ്റ കഴിവറണോൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവനെ കിടക്കപ്രതിയില്ലാത്തത്. നിന്നെ ഒന്ന് സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്കെ. ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന്. മിസ്റ്റർ രാമനാഥൻ. നീ എന്താ വിളിച്ചേ? അല്ല മിസ്റ്റർ രാമനാഥൻ സാറിന് വിളിച്ച തെറ്റ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ജെയ്സി അപ്പു തമ്മിലുള്ള പ്രേമം ഗാഢമാണ്. ചങ്ങമ്പുഴയും രമണനും പോലെ, നയനാരി കരുണാകരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? എന്റെ അഭിപ്രായത്തിൽ അവൻ കഴിച്ച് തണ്ടിത്തരോ ചെറ്റത്തരോ ഒന്ന് പറയാൻ പറഞ്ഞിട്ടല്ലേ ഞാനെങ്ങനെ പറയണം? പത്രോസ് പാരയായിന്നാ തോന്നണേ. ഇയാൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്താൽ എന്നെ വേണം തല്ലാൻ. മൂക്കറ്റം വെള്ളം അടിച്ചോണ്ട് നിന്ന് മോങ്ങുന്നു. പോയി വിളിച്ചോണ്ടവനെ. അപ്പേ അങ്ങോട്ടോടെ പോവോ? അല്ല അപ്പ വിളിക്കാനായിട്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലത്. ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റുമോ? വേണ്ടടാ, നീ പ്രേമിച്ച് മരിക്ക്. പിന്നെന്താ പ്രേമഭാജനത്തെ അവിടെ ഇട്ടുണ്ട്, നീ മാത്രം ഇങ്ങോട്ട് എന്നുള്ളത്? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടാന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും ഞാനും എന്തെങ്കിലും സംഭവിച്ച അതിന്റെ മാനക്കേട് സാറിനല്ലേ? സംഭവിച്ചാ കൊന്നുകളാ ഞാൻ. ഒന്നും സംഭവിക്കില്ല, അമ്മച്ചാണ് ഒന്നും സംഭവിക്കില്ല. പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലാക്കണം. വീട്ടിൽ കൊണ്ടാക്കാനോ? എന്താ പറ്റിയല്ലേ? സാറ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. എനിക്ക് നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് അവര് വാക്ക് തന്നു. സത്യമാണോ? സത്യം ചെയ്യിച്ചു. കല്യാണത്തിന് ശേഷം നിന്നെ അവർ അമേരിക്കയിൽ കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് അവരെ മാനം രക്ഷിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് ആക്കണം. ഈശ്വര, ഞാൻ എങ്ങനെയാ സാറിനോട് നന്ദി പറയേണ്ടത്? നന്ദിയൊന്നും പറയണ്ട. അപ്പൊ കൂടെ സാറ് ചെല്ല്, അല്ലെങ്കിൽ ആ പെണ്ണ് പേടിക്കും. എന്നാ പോയിക്കോട്ടെ സാർ. പിന്നെ നീ തിന്നെ കിടന്നാ മതി. കല്യാണം കഴിയുന്നവരെ സെക്യൂരിറ്റിയുടെ ചാർജ് എനിക്കാ, മനസ്സിലായോ? അയ്യോ, ഞാൻ വേണേ മുറ്റത്ത് കിടന്നോളാം. സാറിന് വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഗുഡ് നൈറ്റ്. കഴിവണ മോനെ, സ്വന്തം അനുദിനെ പോലെ കരുതി എന്നെ നീ എസ്പേഡാൻ കൂലിയാക്കി നാടൻ കളിക്കായിരുന്നല്ല. പേടി കൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഈ കുട്ടിയെ സ്നേഹിച്ചു എന്നല്ലാതെ ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് പൊറുക്കണം. സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, എന്തും. ഇവളെ ഞാൻ പറഞ്ഞു വിടണോ? സാറ് പറയും. സാറേ, എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. അവക്ക് അവനെയും അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ചോട്ടെ. സാറ് വിചാരിച്ചാ മാത്രമേ നടക്കൂ. ഈ മുത്തശ്ശിയുടെ അപേക്ഷയായത്. കമ്മീഷൻ ഇപ്പൊ എത്ര സാർ? ഞാൻ സ്റ്റേറ്റ് കാർ എടുത്തോണ്ട് പോയിട്ട് 50 കുപ്പി മിനറൽ വാട്ടർ വാങ്ങി മണിയമ്മയ്ക്ക് കൊണ്ടുകൊടുക്ക്. എന്റെ ഭാര്യ മണിയമ്മ മിനറൽ വാട്ടറിലെ കുളിക്കണേ. പക്ഷെ കളർ വയ്ക്കണല്ലേ. മണിയമ്മ ചേച്ചിക്ക് 50 കുപ്പി ഉണ്ട്, എന്താകാനാ? നല്ല തടിയല്ലേ? അത് മതിയടോ. അവള് കുളി തുടങ്ങിയത് തന്നെ ഞാൻ മന്ത്രിയായതിനു ശേഷം. ഇംഗ്ലീഷ് പേപ്പറാ. എന്തായാലോ കുന്തം കാണ്ടാമൃഗത്തിനോട് എന്ത് ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. മന്ത്രി എന്നെ വിളിച്ചെടുത്ത് കളിയാക്കായിരുന്നല്ലേ? ഞാൻ പറയണ കേക്ക്. താനുമായിട്ട് ഒരു ഗോളിനും ഞാനില്ല. കേസിൽ നൂരാൻ വേറെ വഴി നോക്കിക്കോളാം. താൻ എന്നാ പരിപാടിയാണോ കാണിച്ചേ?
കാശ് കൂടുതലാണെങ്കിൽ ചോദിച്ചാ പോരായിരുന്നോ? എന്റെ 1 കോടി രൂപയെ കളഞ്ഞേ. ഇങ്ങനെ 1 കോടിയും 2 കോടിയൊക്കെ കൈക്കൂലി മേടിക്കുന്നത് മോശമല്ലേ മിനിസ്റ്ററെ? പണ്ട് കോടിയും മോന്തായുമില്ലാത്തൊരു ചെറ്റക്കുടലില് കട്ടൻ കാപ്പിയും കപ്പലട്ടിയും കഴിച്ച് വിശപ്പടിക്കിരുന്ന ഗുണശേഖരൻ ഇപ്പോ ഇത്രയ്ക്ക് അത്യാഗ്രഹം പാടില്ല. കമ്മീഷണറെ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്, വേഷം കെട്ട് വീട്ടിലേക്ക്, അവറാച്ചോട് കളിക്കുന്ന പോലെ എന്നോട് കളിച്ചാണ്ടില്ല. തന്റെ തൊപ്പിയല്ല, തൊപ്പിയിരിക്കുന്ന തലയങ്ങളെയും പന്ന കഴിവറുടെ മോനെ, എന്റെ കൈയുടെ ചൂട് നിനക്ക് ഓർമ്മയുണ്ടല്ലോടാ. കുറെ നേരമായി നീ മിനിസ്റ്റർ കളിക്കുന്നു. 15 വർഷം മുമ്പ് 10 തേങ്ങ കട്ടതിന് കള്ളം ഗുണശേഖരനെ കുനിച്ചു നിർത്തി ഇടിച്ച കയ്യായത്. ഇപ്പൊ വയനാട്ടിൽ തൊഴിലാളി വർഗത്തിന്റെ പേരും പറഞ്ഞ് നീ ജനങ്ങളുടെ കണ്ണി പൊടിയിട്ട് മന്ത്രിയായി. പക്ഷേ രാമനാഥന്റെ ഞരമ്പെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, സല്യൂട്ട് ചെയ്യുന്ന ഈ കൈ കൊണ്ട് 2 കരണം അടിച്ചാൻ പൊട്ടിക്കും. എന്ത് കഷ്ടം നോക്ക. സാറേ, സാറിനെ പോത്തൻകോട്ടേക്ക് അന്വേഷണത്തിന് അയച്ചത് ഈ തന്തയിലാഴി കാണിക്കാനായിരുന്നു അല്ലേ? സാറേ, ആണുങ്ങളായ നേർക്ക് നേരെ വരണം. ആണും പെണ്ണും കെട്ടവരോടത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. പട്ടിയെ തല്ലിയ പല്ലിങ്കരിയും കാണാന്നല്ലേ? എടോ ആറ്റു ആന്റണി, രാമനാഥന്റെ തനി സ്വഭാവം തനിക്ക് അറിയില്ല. എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ പൗത്തിനെ പോലെ തടിച്ചു വീർത്ത തന്റെ ഈ പിത്ത തടിയുണ്ടല്ലോ, വെട്ടി നുറുക്കും ഞാൻ. കയറി പോടും. നീ എന്താ ഇവിടെ? എപ്പോഴാ ഇവിടെ കിടന്നേ? എന്തിനാ ഇവിടെ കിടന്നേ? അപ്പുന്റെ കൂടെ അല്ലാതെ പിന്നെ എവിടെ ഞാൻ കിടക്കണത്? ഞാൻ ഇവിടെ രാത്രിയിൽ കിടന്നു. എന്റെ അമ്മച്ചി, എന്താ നിന്നെ ഒന്ന് തൊടുപോലും ഇല്ലെന്ന് ഞാൻ രാമാസാറിന് വാക്ക് കൊടുത്താ. എന്നിട്ടിപ്പോ അബോധാവസ്ഥയിൽ നീ എന്റെ കന്യാത്തം കവർന്നെടുത്തോടി. ഈശ്വര, എന്റെ വെർജിനിറ്റി പോയി. ഒരു സ്നേഹവും ഇല്ല അപ്പൂന്. ഇന്നലെ രാത്രി എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ? വന്ന ദിവസം തന്നെ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു. എല്ലാരും ഉപേക്ഷിച്ചല്ലേ അപ്പു ഞാൻ വന്നേ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? സോറി മോളെ, മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. എന്ത് അത്ഭുതം? പറയാം. അതിനു മുമ്പ് നിന്റെ പരിഭവം ഒന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. രാമനാഥ സാറിന് കൊടുത്ത വാക്ക് തൽക്കാലം കാശിക്ക് പോട്ടെ. ഇല്ല. ഈശ്വര, ഇന്നിവിടെ കൊല നടക്കും. ഇതുവഴി പോയാ കാണും. അയ്യോ, അതുവഴി പോവല്ലേ, ഇങ്ങോട്ട് പോ. കട്ടിലടി കയറിക്കോ. നിനക്കെന്താ ഒരു സിനിമാസ്കോപ്പ് ചിരി? രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. ആറ്റുവാക്കാര് അത്ര നല്ലവരായതുകൊണ്ട് ടെൻഷൻ. രാത്രി പ്രശ്നമൊന്നും ഉണ്ടായില്ല? എന്ത് പ്രശ്നം? ഞാനിവിടെ കിടന്നു, അവള് മോളിൽ കിടന്നു. അല്ല, അകത്ത് കിടന്നു. അതല്ലടാ മരക്കഴി. ആ ആന്റണി സംഘവും ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാ നീ അവളോട് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അവളോട് പറയാം. എവിടെ അവള്? എവിടെ അവള്? ആകാശത്തിലോ? അല്ല, അകത്ത്. എന്തേ അവള്? ഷേവ് ചെയ്യാ. അല്ല, പല്ലേക്കണോ? നീ അവളെന്ന് വിളിച്ചേ? ഇപ്പൊ പറ്റില്ല. എന്താ പറ്റാ? വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പറ്റില്ല. എന്താ പ്രശ്നം? ഇപ്പൊ പറ്റില്ല. എന്താടാ പ്രശ്നം? ബാത്റൂമിലാ. എന്നാ നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ? ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നിനക്ക് തലയ്ക്ക് വട്ടായ? വട്ടായ? എനിക്കും അങ്ങനെ തോന്നാ. ആകപ്പാടെ ഒരു പരിഭ്രാന്തി. വെറുതെ ചിരിക്കാനും കരയാനും അങ്ങോട്ട് തോന്നുക. ഇതിനാണ് സാർ വട്ടെന്ന് പറയാ? ഇതിനും വട്ടെന്ന് പറയാറുണ്ട്. നിനക്കെന്താ കോങ്കണ്ണുണ്ടോ? ദൈവമേ, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കോങ്കണ്ണും വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രോബ്ലംസാ. എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും രാവിലെ തന്നെ ആ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കി. അയ്യോ, ഒന്നുമില്ല, വെറുതെ അയ്യോ. പെണ്ണ് കട്ടിലടിക്കണമെന്ന് വിഷമിക്കുന്നുണ്ടാവില്ലേ? അതെ. സാർ എന്താ പറഞ്ഞേ? ഒന്നാമത് നീ അവളെ വളച്ചൊരു പരുവത്തിലാക്കി. കട്ടിലിനടി കിടന്ന് ഇനിയും വളഞ്ഞ അരിവാള് പോലെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. എന്നിട്ട് പോകാൻ പറയണം അവളോട്. ഇറങ്ങി പോരെ, കണ്ടുപിടിച്ച് കൊണ്ടാക്കിട്ട് എന്നെ ഒന്ന് വിളിക്കണം.